Then quantitative aptitude training course numbers 1.4, that is chapter 1 numbers 4th video. നമ്മൾ നമ്പേഴ്സിൻ്റെ ആദ്യത്തെ 3 വീഡിയോസിൽ നമ്മൾ കുറേ ഇൻട്രഡക്ഷനും അതുപോലെ ഷോർട്ട് കട്ട് മെത്തേഡും കുറേ പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4th വീഡിയോ ആണ്. മോർ എക്സാമ്പിൾസ് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, പ്രോബ്ലം നമ്പർ 21. The quotient arising from the division 24446 by a certain divisor is 79 and the remainder is 30. What is the divisor? അതാണ്. അപ്പോൾ നമുക്ക് ഡിവൈസറാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈസർ ഈക്വൽ ടു ഡിവൈസർ ഈക്വൽ ടു ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഇവിടെ എത്രയാണ്? 24446. ഡിവിഡൻഡ് മൈനസ് റിമൈൻഡർ. റിമൈൻഡർ 35 ആണ്. 35 ഡിവൈഡഡ് ബൈ കോഷ്യൻറ്റ്. കോഷ്യൻറ്റ് 79 ആണ്. നമുക്ക് ഡിവൈസറാണ് കണ്ടത്. ദിറ്റ് ഈസ് ഈക്വൽ ടു 309. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. In a division sum, the quotient is 120, the divisor is 456 and the remainder is 333. Find the dividend. Dividend എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ. ഡിവൈസർ എത്രയാ? 456 ആണ്. ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ്. കോഷ്യൻറ്റ് 120 ആണ്. കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ 333 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആൻസർ ഈസ് ഈക്വൽ ടു 55053. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഡി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. The quotient arise from the division of number by 62 is 463 and the remainder is 60. What is the number? അതാണ്. നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ്? ഡിവിഡൻഡ്. ഡിവിഡൻഡ് എത്രയാണ്? 62 ആണ് ഡിവിഡൻഡ്. ഇതാണ് ഡിവിഡൻഡ് 62. ഡിവിഡൻഡ് ഇൻറ്റു കോഷ്യൻറ്റ്. കോഷ്യൻറ്റ് എത്രയാ? 463 ആണ്. പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28766 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി. ഓക്കെ, വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ദെൻ പ്രോബ്ലം നമ്പർ 24. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 221 gives a remainder 43. What remainder will be obtained by dividing the same number 17? അതാണ്. ഇവിടെ 221 43 എ നമ്പർ വെൻ ഡിവൈഡ്, ഒരു നമ്പറിനെ 221 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 43 ആണ്. റിമൈൻഡർ 43 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെയിം നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഒരു നമ്പറിനെ 221 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 43 ആണ്. അങ്ങനെയാണെങ്കിൽ അതേ നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്നാണ്. അത് നമ്മൾ 43യെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയായിരിക്കും റിമൈൻഡർ എന്ന്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ക്വോഷ്യൻ്റ് 2 പ്ലസ് 9 ആണ്. അപ്പോൾ റിമൈൻഡർ ഈസ് സി. ഓക്കെ, അത് ഓർമ്മ വേണം. ദെൻ 25th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഓഫ് ദ 3 digits? ഇതിൽ ലാർജസ്റ്റ് പ്രൈമാണ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 999 ആണ്. ഇതൊരു പ്രൈം നമ്പർ അല്ല, കാരണം ഇതിനെ 333 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 333 ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 333 ആണ് കിട്ടുക. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. ഇനി 997 നോക്കാം. 997 എന്ന് പറയുന്നത് എന്താണ്? 31 സ്ക്വയറിനും 32 സ്ക്വയറിനും 32 സ്ക്വയറിനും ഇടയിലാണ്.
997. 997. 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 961 ആണ്. 961 ആണ്. 32 സ്ക്വയർ എന്ന് വെച്ചാൽ 1024 ആണ്. ഇതിനിടയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 31 സ്ക്വയറിനും 32 സ്ക്വയറിനും ഇടയിലാണ് 997. 997 പ്രൈം ആണോ എന്നറിയാനായിട്ട് 32ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 2, 3, 5, 7, 11, 13, 17, 19, 23, 29 and 31. ഈ പ്രൈം കൊണ്ടെല്ലാം ഈ 927നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ നമ്പർ കൊണ്ടൊന്നും 997നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇതാണ് 997 ഒരു പ്രൈമാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഓഫ് ദ 3 ഡിജിറ്റ്. അപ്പോൾ ഇതാണ് 997 ആണ് ഇതിലെ ലാർജസ്റ്റ് പ്രൈം. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. Then question number 26. When a certain number is multiplied by 7, the product consists of entirely of 5s. Find the least value of such number. നമ്മളിപ്പം ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എടുക്കുക, 55 എടുക്കുക, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 55നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 7 7 49, റിമൈൻഡർ 6. അപ്പോൾ 55നെ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 കൂടി എഴുതുക. അപ്പോൾ 65 ആയി. 65നെ 7 കൊണ്ട്, അപ്പോൾ 9 9 × 7 63, റിമൈൻഡർ 2. അപ്പോൾ 555നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 5 കൂടി എഴുതുക. ഇവിടെയും 5 എഴുതുക. അപ്പോൾ 25ന് എത്രയാ? 3 × 3 ആണ്. 3. ദിസ് ഈസ് 3. അപ്പോൾ 3 × 7 21. 21 4 റിമൈൻഡർ പോവില്ല. അപ്പോൾ ഒരു 5 കൂടി എഴുതുക. അപ്പോൾ ഇവിടെ 5 ഇട്ടു. അപ്പോൾ 45 എന്താ? 6. 6 × 7 42 ആണ്. ദെൻ റിമൈനിങ് 3 ആണ്. അപ്പോൾ അതിൽ പോവും. 5 ഇവിടെ ഒരു 5 കൂടി ഇടുക. അപ്പോൾ 35. അപ്പോൾ ഇവിടെ 5 × 7 35, റിമൈൻഡർ 0. അപ്പോൾ എന്താ? 7 × 7 9 3 6 5 ഈക്വൽ ടു 5 5 5 5 5 5. അപ്പോൾ 7നെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എല്ലാം 5 ആയിട്ടുള്ള ലീസ്റ്റ് നമ്പർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്താ? 7 ഇതാ. ദെൻ എ സർട്ടൻ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 7. എ സർട്ടൻ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സർട്ടൻ നമ്പർ ഇതാണ്. മൾട്ടിപ്ലൈഡ് ബൈ 7, ദ പ്രോഡക്റ്റ് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർലി 5. എല്ലാം 5 ആണ്. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് സച്ച് നമ്പർ. അപ്പോൾ ഈ ലീസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ 79365 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. ഓക്കെ, ആൻസർ ഈസ് എ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. In a certain sum, the divisor is 10 times the quotient. Divisor 10 times quotient ആണ്. അപ്പോൾ divisor equal to divisor 10 times quotient ആണ്. 10 into quotient q ആണെങ്കിൽ divisor is equal to 10 into q. അത് തന്നിട്ടുണ്ട്. ആൻഡ് 5 times the remainder. 5 times remainder ആണ്. റിമൈൻഡർ എത്രയാണ് തന്നിരിക്കുന്നത്? ആൻഡ് 5 times what is the dividend when the remainder is 46? റിമൈൻഡർ 46 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ divisor equal to 10 into q, that is 10 into q equal to 5 into 46, that is q equal to 5 into 46. അത് 230 divided by 10, that is 23. Quotient 23 ആണ്. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവിഡൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവിഡൻഡ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിവൈസർ ഇവിടെ എത്രയാണ്? ഡിവൈസർ എന്ന് പറയുന്നത് ഡിവൈസറിന് 10 times കോഷ്യന്റ് ആണ്. കോഷ്യന്റ് 23 ആണ്. 10 times കോഷ്യന്റ് 230. ഡിവൈസർ 230 ആണ്. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് നമുക്ക് തന്നിട്ടുണ്ട്. കോഷ്യന്റ് 23 ആണ്.
ക്വോഷ്യൻ്റ് ഇതാ 23 ആണ്. 23 പ്ലസ് റിമൈൻഡർ 46. റിമൈൻഡർ 46 ആണ്. നമുക്ക് ഡിവിഡൻ്റ് ആണ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5336. വാട്ട് ഈസ് ദ ഡിവിഡൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. 5336 ആണ്. അപ്പോൾ ആൻസർ ഈസ് സി. ഓക്കെ, ആൻസർ ഈസ് സി. വെരി സിമ്പിളാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. Which one of the following is the least number of 4-digit divisible by 71? 4-digit number ഏറ്റവും ലീസ്റ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് 4 digit. അപ്പോൾ ലീസ്റ്റ് 4 digit നമ്പർ ഏതാ? 1000 ആണ്. അതിനെ 71 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 71 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 71, റിമൈൻഡർ 29, 0, 14 ഇൻറ്റു 4 into 71 284 റിമൈൻഡർ 6. അപ്പോൾ 1000നെ 71 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റിന് 4 digit നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്യണം? ലീസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു 1000ന് 71 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 ആണ്. അപ്പോൾ 1000 - 6 നമുക്ക് എന്ത് ചെയ്യാം? 71 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇത് എത്രയായിരിക്കും? 994 ആണ്. ഇത് 994 ആണ്. 994 ആണിത്. അതല്ല, ലീസ്റ്റ് 4 digit നമ്പറാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടുതൽ 71 കൂടി ആഡ് ചെയ്യണം. 71 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1065 കിട്ടും. 1065. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് 4 digit നമ്പർ 1065 ആണ്. അതിനെ 71 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1000നെ 71 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. അത് 6 ആയിരിക്കും. അപ്പോൾ 1000 - 6 എടുക്കുക. അതിന് 3 digit നമ്പറേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടുതൽ 71 ആഡ് ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ ഇതേപോലെ തന്നെയാണ് എല്ലാ പ്രോബ്ലവും ചെയ്യുക. കുറേ ഹൗ മെനി നമ്പർ അപ് ടു 100 ആർ ഡിവിസിബിൾ ബൈ 7? 100 വരെയുള്ള നമ്പറിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്രയുണ്ടെന്നാണ് നോക്കുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്രയുണ്ടെന്നാണ്. ഇത് നമ്മൾ ഇല്ലസ്ട്രേഷൻ 21 ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 100 ഈസ് ഈക്വൽ ടു അതിനെ 7 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യൻ്റ് 14 ആണ്. 14 ഇൻറ്റു 7 + 2 ആണ്. അങ്ങനെയാണെങ്കിൽ 100 വരെയുള്ള നമ്പേഴ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 40 നമ്പേഴ്സ് ഉണ്ടാവും. 100 വരെയുള്ള 40 നമ്പേഴ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. അതേ സെയിം തന്നെ അടുത്തത് 500 വരെയുള്ളതിനെ നമ്പറിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പർ ഉണ്ടെന്നാണ്. 500. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 500നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ക്വോഷ്യൻ്റ് എത്രയായിരിക്കും? 21 ആണ്. 21 ഇൻറ്റു 23 + 7 ആണ്. അപ്പോൾ നമുക്ക് എത്ര നമ്പറിനെ 23 ഉണ്ട്? 500 നമ്പർ വരെയുള്ള നമ്പേഴ്സിൽ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 നമ്പേഴ്സ് 500 വരെയുള്ള നമ്പേഴ്സിൽ 21 നമ്പേഴ്സിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ പ്രോബ്ലം നമ്പർ 31. ഹൗ മെനി നമ്പേഴ്സ് അപ് ടു 200 ആർ ഡിവൈഡ് ബൈ 2 and 3? 2 and 3 കൊണ്ട് 200 വരെയുള്ള നമ്പേഴ്സിൽ 2 and 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണെന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം LCM ഓഫ് 2 and 3 നോക്കുക. ദാറ്റ് ഈസ് 6 ആണ്. അപ്പോൾ 200 വരെയുള്ള നമ്പേഴ്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 33 ആണ് കിട്ടുക. 33 ഇൻറ്റു 6 + 2 ആണ്. അപ്പോൾ 200 വരെയുള്ള നമ്പേഴ്സിൽ 33 നമ്പേഴ്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി. ദെൻ പ്രോബ്ലം നമ്പർ 32. ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 300 ആർ ഡിവിസിബിൾ ബൈ 11? അതാണ് 32. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 100നെ. അപ്പോൾ 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 100 ഈസ് ഈക്വൽ ടു 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇൻറ്റു 11 + 1 ആണ്. അപ്പോൾ 100 വരെയുള്ള നമ്പേഴ്സിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 9 നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ 300 വരെയുള്ള നമ്പേഴ്സിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ടാവും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 11 കൊണ്ടാണ്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ടാവും? 27 നമ്പേഴ്സ് ഉണ്ടാവും.
27 into 11 plus 3 ആണ്. അപ്പോൾ 100 വരെയുള്ള നമ്പേഴ്സിൽ 9 നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 300 വരെയുള്ള നമ്പേഴ്സിനെ 300 വരെയുള്ള നമ്പേഴ്സിൽ 27 നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് 100 മുതൽ 300 വരെയുള്ള എത്ര നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 27 minus 9, that is equal to 18 നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. That is answer is D. Then how many numbers between ഇത് 100 ആണ്, 100 and 500 are divisible by 237. അപ്പോൾ LCM of 237 കാണണം. 237 2ഉം 3ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് അതിൻ്റെ LCM കാണാനായിട്ട് മൾട്ടിപ്ലൈ ആയി 6 into 7 42 ആണ് LCM. 42 ആണ് LCM. അപ്പോൾ 100 വരെയുള്ള നമ്പേഴ്സിനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര നമ്പർ ഉണ്ട്? 2 നമ്പേഴ്സാണ് 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നത്, പ്ലസ് 16 ആണ്. ഇനി 500 വരെയുള്ള നമ്പേഴ്സിനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന എത്ര നമ്പേഴ്സാണ്? 11 നമ്പേഴ്സാണ്. 11 into 42 പ്ലസ് 38 ആണ്. അങ്ങനെയാണെങ്കിൽ 100നും 500നും ഇടയിൽ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 11. ഇത് ഇവിടെ 11 ആണ്, ഇവിടെ 2 ആണ്. അപ്പം 100ന് 2 500, 11 minus 2, that is equal to 9 നമ്പേഴ്സിനെ 100നും 500നും ഇടയിലുള്ള 9 നമ്പേഴ്സിനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ 9 നമ്പേഴ്സിനെയും 2 കൊണ്ടും 3 കൊണ്ടും 7 കൊണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ്. ഓക്കെ. 34. The number of 5 figure to be added to a 4 5s. അപ്പോൾ നമുക്കൊരു 5 ഫിഗർ നമ്പർ ഉണ്ടാവും. 3 4 5 ആഡഡ് ടു എ 4 5s. 4 5s ആഡ് ചെയ്യും. ഈക്വൽ ടു ഒബ്റ്റെയിൻ എ ലീസ്റ്റ് നമ്പർ ഓഫ് 6 ഫിഗേഴ്സ്. അതിനകത്ത് 6 ഫിഗേഴ്സ് ഉണ്ടാകും. 3 4 5 6 ഫിഗേഴ്സ് ഉണ്ട്. എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 5 7. അപ്പോൾ ഈ 6 ഫിഗർ നമ്പർ എന്തായിരിക്കും? അത് ലീസ്റ്റ് ആണ്. ദ ലീസ്റ്റ് നമ്പർ ഓഫ് 6 ഫിഗർ ആണ്. അത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 357 ആണ്. ഈ നമ്പറിനെ 357 കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 4 ഫിഗർ നമ്പറാണ് 5 ഫിഗർ നമ്പർ. ഈ 5 ഫിഗർ നമ്പറിൻ്റെ കൂട്ടത്തിൽ 4 5s ആഡ് ചെയ്യുമ്പോൾ ഒരു 6 ഫിഗർ നമ്പർ കിട്ടും, വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 357. അപ്പോൾ നമ്മൾ ലീസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എടുക്കണം. അത് 1 lakh ആണ്. ഇതാണ് 1 lakh ആണ്. 1 lakh ആണ്. അതാണ് ലീസ്റ്റ് 6 ഫിഗർ നമ്പർ. അതിനെ നമ്മൾ 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന 2 ആണ്. 2 into 357 714. 714 റിമൈൻഡർ എത്രയാണ്? 286. 0 എഴുതി. അപ്പോൾ 8 into 357 എത്രയാണ്? 2856. 2856 സബ്ട്രാക്ട് ചെയ്ത 4 കിട്ടി. 4 കിട്ടിയപ്പോൾ 40 ആണ്. അപ്പോൾ റിമൈൻഡർ 40 ആണ്. 1 lakhനെ 357 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 40 ആണ്. അപ്പോൾ 1 lakh minus 40. 1 lakh minus 40 എന്ത് ചെയ്യാൻ പറ്റും? 357 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 357 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു 5 ഡിജിറ്റ് നമ്പർ, അതൊരു 6 ഫിഗർ നമ്പർ അല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 357 കൂടി ആഡ് ചെയ്യുക. 357 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 lakh 317 എന്ന് കിട്ടും. ഈ നമ്പർ 357 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഈ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ നമുക്ക് കിട്ടി. ഈ നമ്പർ കിട്ടി. അത് 1,317 ആണ്. 1,317 ആണ്. 1,317 ആണ്. അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4 5s അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 5 സബ്ട്രാക്ട് ചെയ്താൽ 94762 കിട്ടും. അപ്പോൾ ഈ നമ്പർ 94762
762 ആണ്. 94762 കൂട്ടത്തിൽ 4 5s ഇതിൻ്റെ അകത്ത് എത്ര ഡിജിറ്റാണ് ഉള്ളത്? ഇത് 5 ഡിജിറ്റ് നമ്പറാണ്. ഈ 5 ഡിജിറ്റ് നമ്പറിൻ്റെ കൂട്ടത്തിൽ ഈ 4 5s ആഡ് ചെയ്യുമ്പോൾ ഒരു ലീസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ കിട്ടും. ഈ 6 ഡിജിറ്റ് നമ്പറിനെ 357 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 5 ഡിജിറ്റ് നമ്പറാണ്. അത് 94762 ആണ്. ഇതാ 94762. ദാറ്റ് ഈസ് ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 35. പ്രോബ്ലം നമ്പർ 35 ആണ്. എന്താണ്? ദ നിയറസ്റ്റ് ഫിഗർ ടു 58701 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 567. അതാണ്. അപ്പോൾ നമ്മൾ 58701 എന്ത് ചെയ്യണം? 567 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 567 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ 1 567 then 20 200 and 1 200 പോവില്ല. that is 103 1701 റിമൈൻഡർ 300. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ 58701 567 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 300 ആണ്. അങ്ങനെയാണെങ്കിൽ 58701 മൈനസ് 300 അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ 567 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനേക്കാളും അടുത്ത നമ്പർ ഏതാ? ഇനി ഇതോ 58701 മൈനസ് 300. ഇത് നമുക്ക് കിട്ടുന്ന നമ്പർ 58401 ആണ്. 58401 ആണ്. ഇതിനെ നമുക്ക് ഈ നമ്പറിനെ 567 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ 567 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന നമ്പർ നോക്കുക 58968. ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 567 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 567 കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും 567 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിയറസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയറസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 567 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ സബ്ട്രാക്ട് ചെയ്യുന്ന ഇതിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ, ഇതിൻ്റെ ഹാഫിനേക്കാൾ കൂടുതലാണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറിനോട് അടുത്ത് കിടക്കുന്ന നമ്പർ അതിൻ്റെ കൂടുതൽ ഇതും കൂടെ കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ദിസ് നമ്പർ ഈസ് നിയറസ്റ്റ് ടു 58701 വിച്ച് ഈസ് ഇത് ഈ രണ്ട് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറും എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ ആയിരിക്കും 58701 കോട് കൂടുതൽ നിയറസ്റ്റ് ആയിട്ടുള്ള 567 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. ഇതാണ് ലീസ്റ്റ് നമ്പർ. പക്ഷേ നമ്മൾ ഇത് നിയറസ്റ്റ് ഫിഗർ ടു ഈ നമ്പറിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള ഫിഗറാണ് കിട്ടേണ്ടത്. അപ്പം നിയറസ്റ്റ് ഫിഗർ കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? റിമൈൻഡർ കുറയ്ക്കുക, റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുക. ഈ റിമൈൻഡർ ഇതിൻ്റെ ഡിവൈസറിൻ്റെ പകുതിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് ആ ഡിവൈസർ ഒന്നും കൂടി ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചോദിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? എ ആണ് ആൻസർ. 35 ആൻസർ ഈസ് എ. ദെൻ 36 the digit indicate star in this so that this number is divisible by 99. ഇത് 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇത് എക്സും ഫസ്റ്റ് സ്റ്റാർ എക്സും സെക്കൻഡ് സ്റ്റാർ വൈയും ആണെന്ന് വിചാരിക്കുക. 99 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഈ നമ്പറിനെ. 99 ഇതാ ഫസ്റ്റ് സ്റ്റാർ എക്സും സെക്കൻഡ് സ്റ്റാർ വൈയും ആണെങ്കിൽ ഈ നമ്പറിനെ 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 99 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യണം, 11 കൊണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സം ഓഫ് ദ ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ ഇത് ഡിജിറ്റ്സുകൾ 3 + 4 + 2 + 2 + 2 + 1 + 3 + x + y ആണ്. ഈ ഡിജിറ്റ്സുകളെല്ലാം കൂട്ടുക. ആ ഡിജിറ്റ്സുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17 + x + y എന്ന് കിട്ടും.
ദാറ്റ് ഈസ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിജിറ്റിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഇക്വേഷൻ നമ്പർ 1 17 പ്ലസ് എക്സ് പ്ലസ് വൈ 19 കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സം ഓഫ് ദ ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. ദെൻ സം ഓഫ് ഈവൺ നമ്പേഴ്സ്. സം ഓഫ് ഈവൺ നമ്പേഴ്സ് നോക്കുക. സം ഓഫ് ഈവൺ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് നോക്കുക. സം ഓഫ് ഈവൺ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഈവൺ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്, അതിന് ഡിഫറൻസ്. ഈ സം ഓഫ് ഈവൺ നമ്പേഴ്സിൻ്റെയും ഓഡ് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് ഒന്നുകിൽ ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതാണ് ഓഡ് നമ്പേഴ്സ്, ഇതാണ് വൈ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? വൈ പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 3 മൈനസ് ഈവൺ നമ്പേഴ്സ് കൂട്ടിയാൽ എന്താ കിട്ടുക? എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4. അതാണ് എക്സ് പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0 ഓർ ഡിവിസിബിൾ ബൈ 11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫ്രം 1 and 2 എക്സ് ഈക്വൽ ടു 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് this number is divisible by 9 and this number is equal to 0 or divisible multiple of 11. ഈ ഇക്വേഷൻ നമ്പർ 1 and 2 കൂടെ സോൾവ് ചെയ്താൽ എക്സ് ഈക്വൽ ടു 1 ഓർ വൈ എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 9 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു 9. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ 37. The least value to be given so that the number is divisible by 11 is. ഇതിനെ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈവൺ നമ്പേഴ്സ് എല്ലാം കൂടെ നോക്കുക. സം ഓഫ് ദ ഈവൺ നമ്പേഴ്സ്, ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം എക്സ് പ്ലസ് 4 പ്ലസ് 7, അതിന് ഡിഫറൻസ് ഓഡ് നമ്പേഴ്സ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 5. ദിസ് ഈസ് ഈക്വൽ ടു 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2. അതാണ് ആൻസർ. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ. എ ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ the nearest whole number to 1 million which is divisible by 537. അപ്പോൾ 1 million ആണ്. 1 million 10 ലക്ഷം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 537 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 537 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 537 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുക. റിമൈൻഡർ 537 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1867, റിമൈൻഡർ കിട്ടുന്ന 106 ആയിരിക്കും. 106. അപ്പോൾ 1 million മൈനസ് 1 million മൈനസ് 106നെ എന്ത് ചെയ്യാൻ പറ്റും? 537 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ നിയറസ്റ്റ് ഹോൾ നമ്പർ ടു 1 million വിച്ച് ഈസ് ഇതാണ്. ഇത് എത്രയായിരിക്കും? 99894 ആയിരിക്കും. ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത 105 ആണ്. 537നേക്കാൾ 537ൻ്റെ പകുതിയേക്കാൾ താഴെയാണ്. അതുകൊണ്ട് ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്പർ. ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? നിയറസ്റ്റ് 1 million നമ്പറിനെ 1 million നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 537. That is answer is B.
Okay. Then example 39. The smallest number between 400 and 500 which is divisible by 9. 400 and 500. അപ്പോൾ നമ്മൾ 400നെ നമ്മൾ എന്ത് ചെയ്യണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4, 36, 4, 40, 4, 36, റിമൈൻഡർ 4. അപ്പോൾ 400ന് അടുത്തുള്ളത് 400 -4 ഡിവൈഡഡ് ബൈ, അതിന് നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 400 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 ആണ്. അപ്പോൾ 400 -4നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 400ന് മുകളിലുള്ള 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ 400 -4 + 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 405. That is answer B is correct. The next example number 40. Which one of the following is the greatest number of 5 digit divisible by 231? 231. അപ്പോൾ 5 digit number ആണ്, ഗ്രേറ്റസ്റ്റ് 5 digit number ആണ്. അപ്പോൾ 99999 നമ്മൾ എന്ത് ചെയ്യണം, 231 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റിമൈൻഡർ കിട്ടുന്നത് 207 ആണ്. 207 ആണ്. അപ്പം മൈനസ് ഈ നമ്പറിൽ നിന്ന് 209 ആണ് റിമൈൻഡർ, -209 ആണ് 207 ആണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് 5 digit നമ്പർ വിച്ച് ഡിവിസിബിൾ ബൈ 231. ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പർ 99792 ആണ്. 792 ആണ്. 99792. That is answer A is correct. The next problem number 41. Find the number nearest to 16386 which is exactly divisible by 425. അപ്പോൾ നമ്മൾ 16386നെ നമ്മൾ എന്ത് ചെയ്യണം, 425 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റിമൈൻഡർ കിട്ടുന്നത് 218 ആയിരിക്കും. കോഷ്യൻ്റ് 38 ആയിരിക്കും. കോഷ്യൻ്റ് 38 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 16386 -218 ഡിവിസിബിൾ ബൈ 425 ആണ്. ഡിവിസിബിൾ ബൈ 425 ആണ്. നമുക്ക് നിയറസ്റ്റ് ആണ്, ഇതിനാണ് നിയറസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ 218 എന്ന് പറയുന്നത് ഇതിൻ്റെ 425ൻ്റെ ഹാഫിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടുതൽ നിയറസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇതിന് വേറെ നമ്പർ ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ള 16386 -218 + 425ഉം ഈ ഡിവിസിബിൾ ബൈ 425 ആണ്. അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ 16386നോട് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഇതാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ ദിസ് ഈസ് ഈക്വൽ ടു 16575. നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ നോക്കാനായിട്ട് ഇത് 218 ആണ്. 218 എന്ന് പറഞ്ഞാൽ ഈ 425ൻ്റെ പകുതിയിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് 425 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നിയറസ്റ്റ് നമ്പർ കിട്ടുന്നത്. ദാറ്റ് ഈസ് the answer is, നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടുന്നത്, 56575. ആൻസർ എ ഈസ് കറക്റ്റ്. ഓക്കെ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 9269 സോ ദാറ്റ് ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 73. അപ്പോൾ നമ്മൾ 9269നെ 73 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവസാനം റിമൈൻഡർ കിട്ടുന്നത് 71 ആണ്. കോഷ്യൻ്റ് 126 ആണ്. അപ്പോൾ നമുക്ക് 9269 -71 എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 9269 സോ ദാറ്റ് ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 73. അപ്പോൾ ഇതിനെ 73 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ സി ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ നിയറസ്റ്റ് നമ്പർ. ദാറ്റ് ഈസ് ആൻസർ സി
സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ സി ആണ്. 71 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ സി ഈസ് കറക്റ്റ്. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്ട്രാക്ട് ചെയ്ത നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 43. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി ആഡഡ് ടു 15463 ആണ്. 15463 ആണ്. സോ ദാറ്റ് ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 107. അപ്പോൾ 107 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 107 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് റിമൈൻഡർ 52 ആണ്. കോഷ്യന്റ് 144 ആണ്. അപ്പോൾ നമുക്ക് എന്താ 15463 മൈനസ് 55 എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 107 ആണ്. മസ്റ്റ് ബി ആഡഡ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിന്റെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടുതൽ നമ്മൾ ആഡ് ചെയ്യണം. 107 കൂടി ആഡ് ചെയ്യണം. 107 കൂടി ആഡ് ചെയ്യുക. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ. അപ്പം അപ്പം നമ്മൾ എന്താണ് ആക്കേണ്ടത്? 15463 പ്ലസ് ഇനി ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ആഡഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയും 52 ആണ്. 52 ആഡ് ചെയ്യുമ്പോഴാണ് ഈ നമ്പർ കിട്ടുക. അപ്പോൾ നമുക്ക് ദ ആൻസർ ഈസ് എ. അപ്പോൾ 15463യുടെ കൂട്ടത്തിൽ 52 ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന കിട്ടുന്ന നമ്പർ വിച്ച് മസ്റ്റ് ബി എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 107. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 44. What is the number just more than 5000 which is exactly divisible by 73? 73 ആണ്. അപ്പോൾ നമ്മൾ 5000നെ എന്ത് ചെയ്യണം? 73 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ 36 ആണ്. കോഷ്യന്റ് 68 ആണ്. അപ്പോൾ നമുക്ക് 5000 മൈനസ് 36, അത് 5000 താഴെയാണ്. അതിൻ്റെ കൂടുതൽ നമ്മൾ 73 കൂടി ആഡ് ചെയ്യുക. അത് 73 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5037 വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 73. അതാണ്. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? കറക്റ്റ് ആൻസർ ഈസ് സി. സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ.